വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ രാജ്യത്ത് പോലീസിനും സംഘികൾക്കും ദളിതരോട് എന്താണ് ഇത്ര പക? ദളിതർ മാത്രമല്ല കേട്ടോ, സംഘികളുടെ ഇഷ്ടശത്രുക്കൾ മുസ്ലിങ്ങളും ചിലയിടങ്ങളിൽ ക്രിസ്ത്യാനികളുമുണ്ട്. ആഴ്ചകളായി കേരളത്തിൽ അവർ കൂടുതലായി വേട്ടയാടുന്നത് വേടൻ എന്ന കലാകാരനെയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കേസരിയുടെ മുഖ്യപത്രാധിപരായ NR മധു വേടനെ തന്നെ കൊണ്ടാവും വിധം വേട്ടയാടിയത്. ആ ദുർബുധം അവിടെ കൊണ്ട് അവസാനിക്കാത്തത് കൊണ്ടാവാം അത് ശശികലയിലേക്കും പടർന്നു കയറിയത്. ഇപ്പോഴിതാ ദശകല എന്ന സംഘിണി വേടനെ രൂക്ഷമായി അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. ജാതിഭേദമില്ലാതെ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു സംഘടനയായ ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ് ജാതി പറഞ്ഞ് വേടനെ ആക്ഷേപിച്ചതും അധിക്ഷേപിച്ചതും. നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്? അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്? ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത്. എല്ലാവരും ശശികലയുടെ വിഷം വമിക്കുന്ന അതിസുന്ദരമായ സംഘിണി പ്രസംഗം കേട്ടല്ലോ. ഇതാണ് സംഘികളുടെ ദലിത് പ്രേമം. ഈ പ്രേമത്തിനെതിരെയാണ് വേടൻ തന്റെ റാപ്പിലൂടെ പ്രതികരിക്കുന്നത്. അതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. ഇവിടെ ശശികല വേടൻ എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും എന്തെല്ലാം ജീവിതത്തിൽ പാലിക്കണമെന്നും നിഷ്കർഷിക്കുന്നു. ആ ഭാഗം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? വിശകലയുടെ ജാതിപരിയും വർഗീയബോധവും അധസ്ഥിത ജനവിഭാഗം എവിടെ നിൽക്കണമെന്ന കാഴ്ചപ്പാട് ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പട്ടികജാതി പട്ടികവർഗത്തിന് എന്തെല്ലാം തനതായ കലാരൂപങ്ങളുണ്ട്. ആ കലാരൂപങ്ങൾ അതല്ലേ അവർ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ റാപ്പ് സംഗീതം അവന് യോജിച്ചതല്ല. അതിന് അർഹതപ്പെട്ടവർ ചെയ്യേണ്ടതാണെന്നാണ് ശശികല പറയുന്നത്. അതായത് പണ്ടത്തെ പോലെ സവർണാധിപത്യം നമ്മുടെ കേരളത്തിൽ വീണ്ടും നിലവിൽ വരണമെന്നാണ്. അവർണൻ സവർണനെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്ന, തലകുനിച്ചു നിൽക്കുന്ന ആ അവസ്ഥയിലേക്ക് കേരളം തിരിച്ചു പോകണമെന്നാണ് ശശികല പറയുന്നത്. ചെരുപ്പുകുത്തിയുടെ മകൻ ചെരുപ്പുകുത്തിയായും കൊല്ലന്റെ മകൻ കൊല്ലനായും വളർന്നുകൊള്ളണം. പുരോഗതിയെക്കുറിച്ച്, മാറ്റങ്ങളെക്കുറിച്ച് താഴേക്കിടയിലുള്ളവർ ചിന്തിച്ചു പോകാൻ പാടില്ല എന്നതാണ്. പണ്ട് തമ്പ്രാക്കന്മാർ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്നും 6, 10, 12 അടിയെല്ലാം മാറി താഴേക്കിടയിലുള്ളവർ സഞ്ചരിക്കണമായിരുന്നു. ആ അടിയാളന്റെ മാർഗം വേടനും വേടന്റെ കുലങ്ങളും ഇനിയും ആചരിച്ചുകൊള്ളണം. അതാണ് ശശികല ഈ ആധുനിക കാലത്തും വേടനോട് ആജ്ഞാപിക്കുന്നത്. വേടന്റെ കുലത്തിന് പറഞ്ഞ കല എന്താണോ, വേടന്റെ കുലത്തിന് സംഗീതം എന്താണോ അത് മാത്രം തുടർന്നാൽ മതി. അതല്ലാതെ പുരോഗതിയെക്കുറിച്ച് ചിന്തിച്ചുകൂടാ എന്ന ഉറച്ചതാക്കിയതാണ് ശശികല നൽകുന്നത്. ഇവിടെ എന്നെ പോലുള്ള ആളുകൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ കേരളത്തിൽ ശശികലയല്ല, ശശികലയുടെ ഏത് താടി വെച്ച അപ്പൂപ്പൻ വന്നാലും ആ തിട്ടൂരത്തിനനുസരിച്ച് ജീവിക്കാൻ ഒരു താഴേക്കിടയിലുള്ള മനുഷ്യരെയും കിട്ടുകയില്ല. അതിന് വല്ല UP-യിലോ രാജസ്ഥാനിലോ ശശികല പോകുന്നതായിരിക്കും നല്ലത് എന്നാണ്. വേടൻ എങ്ങനെ ജീവിക്കണമെന്നും ഏത് പാട്ട് പാടണമെന്നും ഏത് ഭക്ഷണം കഴിക്കണമെന്നും തീരുമാനിക്കേണ്ടത് ശശികലയോ സംഘികളോ അല്ല, അത് വേടൻ തന്നെയാണ്. വേടൻ റാപ്പ് പാടിയാൽ അത് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറുണ്ടെങ്കിൽ വേടൻ അവർക്ക് മുന്നിൽ റാപ്പ് തന്നെ പാടും. സംഘികൾക്ക് വേടന്റെ റാപ്പും ആ റാപ്പിലെ തീമും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരാതിരിക്കുക,
അതാണ് ഏറ്റവും നല്ല മാർഗം. പിന്നെ ശശികല വേടനെ ആക്ഷേപിച്ചുകൊണ്ട് മോശക്കാരനാക്കിക്കൊണ്ട് വിളിച്ചത് കഞ്ചാവോഴി എന്നാണ്. ഏതൊരു മനുഷ്യനും തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ തിരുത്താനുള്ള മനസ്സാണ് ഒരു മനുഷ്യനെ വലുതാക്കുന്നത്. വേടൻ തെരിക്കു പറ്റിയ തെറ്റ് പൊതുജന മധ്യത്തിൽ വിളിച്ചു പറഞ്ഞവനാണ്. അത് തിരുത്താൻ അയാൾ തയ്യാറാണെന്നും പറഞ്ഞതാണ്. ആ തെറ്റേറ്റ് പറയാനുള്ള മനസ്സാണ് ഒരു മനുഷ്യനെ മഹാനാക്കുന്നതും മഹത്വവൽക്കരിക്കുന്നതും. KP ശശികലയോ എന്നും സമൂഹത്തിൽ വിഷം തുപ്പി ഈ രാജ്യത്തെ തന്നെ വിഷലിപ്തമാക്കുന്നു. വേടന് മുന്നിൽ താങ്കൾ വെറും ഒരു വിഷക്കുണു മാത്രമാണ്. താങ്കൾ എങ്ങനെയാണ് ഒരു ടീച്ചറായി ഇത്രയധികം വിഷമുള്ള മനസ്സോടുകൂടി കുട്ടികളെ അഭിമുഖീകരിച്ചത്? ഒരു ടീച്ചറുടെ സംസ്കാരത്തിന് പറ്റിയ ഭാഷാ ശൈലിയെ താങ്കൾക്കില്ല. ഒരു തെരുവ് കൂത്താട്ടക്കാരി പോലും ഇത്രയും മോശമായ ഭാഷകൾ ഉപയോഗിക്കില്ല. തായോടി എന്ന വളരെ നീചമായ ചില പ്രയോഗമുണ്ട് ചില പ്രദേശക്കാർക്ക്. അതിലെ തായയെ മാറ്റി കഞ്ചാവോടിയാക്കി എന്നേ ഉള്ളൂ. ഉദ്ദേശശുദ്ധി രണ്ടും ഒന്ന് തന്നെയാണ്. ഇവരെ ഒരുപാട് കാലം സഹിച്ച കുട്ടികളെ സമ്മതിക്കാതെ വയ്യ. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്? അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്? ഇവിടെ നാവിനില്ലാത്ത അമ്മായി വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു എന്നേ ഉള്ളൂ. പട്ടികജാതിക്കാരൻ നടത്തുന്ന പരിപാടിയിൽ അവരുടെ തനതായ കലാരൂപങ്ങളും പാട്ടുകളും മാത്രം മതി എന്ന് പറയുന്ന ചേച്ചി, ഹിന്ദുക്കൾ നടത്തുന്ന പരിപാടിയിൽ വെറും കഥകളിയും ഓട്ടംതുള്ളലും മാത്രമാണ് നടക്കുന്നതെന്ന് അന്വേഷിക്കണം. അങ്ങനെയെങ്കിൽ ഹിന്ദുക്കളുടെ ഓരോ ജാതിയും നടത്തുന്ന പരിപാടിയിൽ അതത് ജാതിക്കനുസരിച്ചുള്ള പരിപാടിയെ പാടുള്ളൂ. മുസ്ലിങ്ങൾ നടത്തുമ്പോൾ മാപ്പിളപ്പാട്ടും കോൽക്കളിയും ദഫും മുട്ടും. ക്രിസ്ത്യാനികൾ നടത്തുമ്പോൾ ചട്ടയും മുണ്ടുമെടുത്ത് മാർഗം കളിയും. ആഹാ, എന്തൊരു പൂരം! ഇതാണോ നവോത്ഥാനം? മനുഷ്യൻ ജനിച്ചു വീഴുമ്പോഴുള്ള അതേ വേഷത്തിൽ അതേ രൂപത്തിൽ നിലനിൽക്കുന്നതിനെയാണോ പുരോഗതി എന്ന് പറയുന്നത്? വേടൻ പാടോ? വേടൻ എന്നല്ല, സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ഏതൊരുത്തനും പാടുകയും ആടുകയും ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ശശികലയ്ക്കും അവകാശമോ അധികാരമോ ഇല്ല. ഉണ്ടെന്ന് തോന്നിയാൽ അത് സ്വന്തം വീട്ടിൽ മാത്രം നടത്തിയാൽ മതി. ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000-ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. വേടന് ആടാനും പാടാനും അവകാശമില്ലെന്ന് പറയുന്ന ചേച്ചി ഉത്തരേന്ത്യൻ സംസ്കാരത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. ഉടുതുണിയില്ലാതെ പിറന്നപടി നിൽക്കുന്നവന്റെ കളിക്കുന്നതിന്റെ മുന്നിൽ തൊഴുതു വണങ്ങാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടെങ്കിൽ, അതിനെതിരെ നിയമം മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ കേരളത്തിൽ വേടന് അർദ്ധനഗ്നനായി പാടാനും ആടാനും 100% അവകാശമുണ്ട്. മതത്തിന്റെ പേരിൽ ഒരു വിഭാഗം ജനത കുടുവസ്ത്രമില്ലാതെ അരങ്ങ് തകർക്കാമെങ്കിൽ അതല്ലാത്തവർക്കും അതിന് അവകാശമുണ്ടായിരിക്കണം. അപ്പോഴേ ഇന്ത്യ ഇന്ത്യയാവും. അതല്ലാത്ത കാലം ഇന്ത്യ ഹിന്ദുത്വത്തിന്റെ ബന്ധനത്തിലാവും. കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത്. ആജ്ഞാപിച്ചോ. നിങ്ങളുടെ കയ്യിലാണ് ഈടിയുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ പല ഭരണകർത്താക്കളും ഭയപ്പെടും. പക്ഷേ അത് അവിടം വരെ മതി, ജനങ്ങളുടെ അടുത്തേക്ക് വേണ്ട. കേരളത്തിലെ ജനങ്ങൾ വേറെയാണ്. NR മധു പറയുന്നു വേടൻ ഏതോ തമോമയ ഗർത്തത്തിലോ തമോമയ ശക്തികളുടെ കയ്യിലോ ആണ്. ബസവല പറയുന്നു ഭരിക്കുന്നവർ വേടനെ കൊണ്ട് ചുടുചോർ മാന്തിക്കുന്നുവെന്ന്. എന്തായാലും വേടനെ പോലെയുള്ള സമൂഹത്തിന്റെ താഴെത്തട്ടിയിലുള്ളവരെ ജീവിക്കാനോ വളർന്നു വലുതാകാനോ നിങ്ങൾ സമ്മതിക്കില്ല എന്നർത്ഥം. പിന്നെ എന്ത് ഹിന്ദു ഐക്യവേദിയാണ് നിങ്ങൾ ഈ പറയുന്നത്? വേടന് ബ്രാഹ്മണ്യത്തിന്റെ കാൽക്കയിൽ കിടക്കാനുള്ള യോഗ്യതയുള്ളൂ. അവർ വളർച്ചയുടെ പടവുകളിലേക്ക് കയറാൻ ശ്രമിക്കേണ്ടതില്ല. അവർക്ക് അവരുടെ കുലത്തൊഴിലും നാടൻ പാട്ടുകളും പാടാനുള്ള യോഗ്യതയേ ഉള്ളൂ എന്ന് പറയുന്ന ഈ പുരോഗമനം, അത് ഫാസിസത്തിന്റെ ജിഹ്വയാണ്. ആ ജിഹ്വ അരിഞ്ഞു വീഴ്ത്താൻ തന്നെയാണ് അധകൃതരുടെ വർഗത്തിൽ നിന്നും വേടനെ പോലെയുള്ളവർ ഉയർക്കൊള്ളുന്നത്. വടക്കേന്ത്യയിലൊക്കെ താഴേക്കിടയിലുള്ളവർ ഉന്നത കുലജാതരുടെ കാലിലെ ചെരുപ്പായി നടക്കുമ്പോൾ കേരളത്തിലും അതേ നില വേണമെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഈ നാടിന്റെ പേർ കേരളം എന്നല്ലാതിരിക്കണം. ഇവിടുത്തെ ജനങ്ങൾ തീർത്തും നിരക്ഷരരാവുകയും വേണം.